ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗിനി ഏകാദശി വ്രതകഥയുടെ 2ാം ഭാഗമാണിത്. ഇന്നത്തെ ദിവസം ഈ വ്രതകഥ കേൾക്കുന്നതിനോടൊപ്പം കഴിയുന്നത്ര ഭഗവത് നാമങ്ങൾ ജപിക്കുക. അഷ്ടാക്ഷര മന്ത്രം, ദ്വാദശാക്ഷര മന്ത്രം, വിഷ്ണു ഗായത്രി, വിഷ്ണു സഹസ്രനാമം എന്നിവ കഴിയാവുന്നത്ര ജപിക്കാവുന്നതാണ്. ശിവഭക്തനായ കുബേരൻ തൻ്റെ ശിവാരാധനയ്ക്കായി മാനസ സരോവറിൽ നിന്നുള്ള പുഷ്പങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ കാരണമറിയാനായി തൻ്റെ സന്ദേശവാഹകനെ ഹേമയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ സന്ദേശവാഹകൻ തിരിച്ചെത്തി രാജാവിനോട് പറഞ്ഞു, ഹേമ തൻ്റെ അതിസുന്ദരിയായ ഭാര്യയോടൊപ്പം രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത് കേട്ട് തൻ്റെ ശിവാരാധന മുടങ്ങിപ്പോയതുകൊണ്ടുള്ള ക്രോധത്താൽ ഹേമയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ശപിക്കുകയും ചെയ്തു. നീ ഒരു കുഷ്ഠരോഗിയായി തീരട്ടെ എന്നും നിന്റെ ഭാര്യ എന്നേക്കുമായി നിന്നെ പിരിഞ്ഞ് ജീവിക്കട്ടെ എന്നുമായിരുന്നു ശാപം. അങ്ങനെ ശാപം കിട്ടിയ ഹേമ അളകാപുരിയിൽ നിന്ന് നിലംപതിക്കുകയും കുഷ്ഠരോഗിയായി പുനർജനിക്കുകയും ചെയ്തു. ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം കുഷ്ഠരോഗിയായ ഹേമ അത്യധികം ബുദ്ധിമുട്ടുകയും അലഞ്ഞു തിരിയുകയും ചെയ്തു. പക്ഷേ മുൻജന്മത്തിലുള്ള പുണ്യപ്രവൃത്തികൾ കൊണ്ട് അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നുകയും നടന്ന് ഹേമ ഹിമാലയ പർവ്വതത്തിൻ്റെ അടുത്തെത്തുകയും ചെയ്തു. അവിടെ വെച്ച് മാർക്കാണ്ഡേയൻ എന്ന ഒരു ശ്രേഷ്ഠനായ മുനിവര്യനെ കാണാനിടയാവുകയും ചെയ്തു. അദ്ദേഹത്തോട് ഹേമ തൻ്റെ ശാപകഥ വിവരിക്കുകയും മാർക്കണ്ഡേയ മഹർഷിയുടെ ഉപദേശപ്രകാരം ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി വിധിയാവണ്ണം നോക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ യോഗിനി ഏകാദശി വ്രതമെടുത്ത് തൻ്റെ ദിവ്യരൂപം വീണ്ടെടുക്കുകയും തൻ്റെ ഭാര്യയുമായി പുനഃസംഗമം നടത്തുകയും ചെയ്തു. ഏവർക്കും ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് യോഗിനി ഏകാദശി ആശംസകൾ നേരുന്നു. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഹരേ മാധവ. ഹരേ ഗോവിന്ദ.